ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത് ഒരു കൂൺ ഫ്രൈ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനാവശ്യമായ 1/2 കിലോ കൂണ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്, നല്ല ഫ്രഷായ കൂണാണ്. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വലിയുള്ളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ആവശ്യത്തിന്, ഇഞ്ചി ആവശ്യത്തിന്, പിന്നെ ക്യാപ്സിക്കം ഒരു പകുതി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഒരു തക്കാളി. അപ്പോൾ നമ്മുടെ കൂൺ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച വലിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ഞാൻ ഒന്നായിട്ടാണ് ഇട്ട് കൊടുത്തത്. അത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിതാ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളകും ക്യാപ്സിക്കവും. ഈ ക്യാപ്സിക്കം എല്ലാവരും ഇടുമോയെന്നറിയില്ല, പക്ഷേ അതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും പിടിക്കില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. ക്യാപ്സിക്കമൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല സാധനമാണ്. അപ്പം ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ തക്കാളിയുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കൂണ് അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. എൻ്റെ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. നമ്മുടെ പറമ്പിലും തോട്ടത്തിലൊക്കെ ഇടിയൊക്കെ വെട്ടുമ്പോൾ ധാരാളം ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ പറ്റും, അതും നല്ലതാണ്. പക്ഷെ നമ്മൾ തൊടിയിലും നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്നത് നല്ല ടേസ്റ്റാട്ടോ. അതൊരു സമയത്ത് മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ കിട്ടുന്നവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും നമ്മൾ മുളക്, ക്യാപ്സിക്കം എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ച കൂണ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 2-3 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. പൊടികളെല്ലാം ഈ കൂണിലേക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കൂണ് വേവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കൂണിന് ഇത്തിരി വേവ് കൂടുതലാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കൂൺ അവിടെ റെഡി ആവട്ടെ. അപ്പോഴിതാ എൻ്റെ ചോറ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്, വേവാനായിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ അടുപ്പാണ്. ഇത്രയും കൂടി അതിൽ പണികളുണ്ട്, അതും കൂടി ഒന്ന് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്, അതിനി ഊറ്റണം നമുക്ക്. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഇതാ ഒരുവിധം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാണ്ട്. അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള സാധനമാണല്ലോ കൂണ്. അടിപൊളി മണം വരുന്നുണ്ട് നമ്മൾ അടുപ്പ് പൊന്തിച്ചപ്പോഴത്തേക്കും. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റും കൂടി ഞാനൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പാകത്തിനുള്ള രീതിയിലായിട്ടുണ്ട്. അപ്പം ഇന്ന് ചൂട് ചോറും കൂണും ആണ് നമ്മുടെ ചോറിനുള്ള കറി. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ കൂണ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം. ബായ്.